കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശം കേൾക്കുന്ന, ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം ഓർപ്പിക്കട്ടെ. മത്തായി എഴുതിയ സുവിശേഷം 18-ാം അധ്യായം അതിൻ്റെ 19-ാമത് വാക്യം. ഭൂമിയിൽ വെച്ച് നിങ്ങൾ രണ്ടുപേർ യാചിക്കുന്ന ഏതു കാര്യത്തിലും ഐകമത്യപ്പെട്ടാൽ അത് സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൽ നിന്ന് അവർക്ക് ലഭിക്കും. ഈ വാക്യങ്ങൾക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ് അല്ലേ? പക്ഷേ ഈ സന്ദേശം കേൾക്കുന്ന ദൈവമക്കളായ പ്രിയപ്പെട്ടവർ, ഞങ്ങളെ പ്രാർത്ഥന പഠിപ്പിക്കുകയാണോ എന്നൊരു പക്ഷേ ചിന്തിച്ചെന്നിരിക്കുക. പക്ഷെ ശ്രദ്ധിക്കണം, തിരുവചനത്തിലേക്ക് കടന്നു വരുന്ന സമയത്ത് പലപ്പോഴും നമുക്ക് മറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളുണ്ട്. സ്തോത്രം. ഇല്ലെങ്കിൽ നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ ആത്മാവിലും വെളിപ്പെടാതിരിക്കുന്ന വിഷയങ്ങളുണ്ട്. തിരുവചനം അതേപോലെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ തന്നെ ഇതിനകത്ത് ആത്മീയ അർത്ഥങ്ങൾ ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. പലപ്പോഴും ലിറ്ററലി അതിൻ്റെ മീനിങ് എടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് മനസ്സിലാകത്തില്ല. സ്തോത്രം. എന്നാൽ ഇതിന് ആത്മീക അർത്ഥമാണ്. സ്തോത്രം. ആ അർത്ഥത്തിലേക്ക് നമ്മൾ വന്നെങ്കിൽ ഇത് നമുക്ക് മനസ്സിലാക്കും. അപ്പോൾ പ്രാർത്ഥിച്ചത് കൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. പ്രാർത്ഥിക്കേണ്ട വിധത്തിൽ നമ്മൾ പ്രാർത്ഥിക്കണം. പ്ലീസ്. അവിടെയാണ് ഈ വിടുതൽ നടക്കുവാൻ തക്കവണ്ണം ഇവിടെ വരുന്നത്. നമ്മുടെ പ്രാർത്ഥനകൾക്കകത്ത് പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുവാൻ വേണ്ടി ആൾക്കാരെ ആഹ്വാനം ചെയ്യുമ്പോൾ പറയുന്നൊരു കാര്യമാണ് കൈകോർത്ത് ഐക്യതയോടെ എന്ത് ചെയ്യുക? പ്രാർത്ഥിക്കുക. അപ്പം നമ്മൾ ഐക്യതയ്ക്ക് അടയാളമായിട്ട് നമ്മൾ വെക്കുന്നൊരു കാര്യമാണ് കൈ കോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത്. അതിനെതിരെ ഞാൻ പറയുന്നതല്ല, പക്ഷേ ഈ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടെ പറഞ്ഞ എന്തുവാ? ഭൂമിയിൽ വെച്ച് നിങ്ങൾ രണ്ടുപേർ യാചിക്കുന്ന ഏതു കാര്യത്തിലും ഐകമത്യപ്പെട്ടാൽ, അങ്ങനെയാണ് ആ വാക്യം. പ്ലീസ്. ഏത് കാര്യത്തിലും ഐകമത്യപ്പെട്ടാൽ, ഏത് വിഷയമാണോ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ആ വിഷയത്തിൽ ഈ രണ്ടുപേർ ഒരുമിച്ച് വരണം. പ്ലീസ്. എങ്ങനെ? കയ്യിൽ കോർത്ത് പിടിക്കുന്ന മാത്രമല്ല, വാക്കുകൊണ്ട് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതിൽ മാത്രമല്ല, ഹൃദയത്തിനകത്ത് ആ വിഷയത്തിൽ ഐക്യത ഉണ്ടാകണം. പ്ലീസ്. ഇപ്പോൾ ഒരു വാഹനം എടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഭർത്താവ് പറയുകയാണ് ഒരു വാഹനം വേണം, അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറയുന്ന സമയത്ത് ഭാര്യ പോലെ പ്രാർത്ഥിക്കാം എന്ന് പറയുന്ന വൈഫ്, സ്തോത്രമില്ലെങ്കിൽ ഭാര്യ പറയും. പക്ഷേ പ്രാർത്ഥിച്ച് അവർ വാക്കുകൊണ്ട് ഒരു പക്ഷേ വാഹനം കിട്ടണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരിക്കും. എന്നാൽ ഹൃദയത്തിനകത്ത് പറയും വേണ്ട, സാമ്പത്തിക പ്രശ്നമാണ്, മറ്റു ബുദ്ധിമുട്ടുണ്ട്. ഒരു ഉദാഹരണമായിട്ട് ഞാൻ പറയുന്നതാണ്. സ്തോത്രം. അപ്പം അങ്ങനെയുള്ള ഒരു നെഗറ്റീവ് ചിന്ത ഈ ആളിൻ്റെ മനസ്സിനകത്ത് വരുന്നുവെങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടത്തില്ല. സ്തോത്രം. ഒരു പക്ഷേ ഐക്യതയോടെ പ്രാർത്ഥിക്കുന്നത് പറയുന്നതിനകത്തും ഐക്യതയുണ്ട്, പക്ഷെ ഹൃദയത്തിനകത്ത് രണ്ട് ചിന്തയിൽ നിൽക്കുകയാണ്, രണ്ട് വേരിയേഷനിൽ നിൽക്കുകയാണ്. അപ്പോൾ അതിനകത്ത് പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടാകത്തില്ല. ഇവിടെ വിഷയം വരുന്നത് പലപ്പോഴും പിശാച് വ്യക്തികളെ പരാജയത്തിലേക്ക് കൊണ്ടുപോകുന്നതിൽ ഏറ്റവും വലിയ ആഴം കുടുംബത്തിൽ ഐക്യതയോടെ, മനസ്സിൻ്റെ ഐക്യതയോടെ സ്തോത്രം പ്രാർത്ഥിക്കാൻ കഴിയാത്തൊരവസ്ഥ നമുക്കുണ്ടെങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് എന്തില്ല? മറുപടിയില്ല. ഇല്ല ഭാര്യ മാത്രം പ്രാർത്ഥിക്കുന്നു, പേഴ്സണൽ പ്രയർ ഓക്കെ. സ്തോത്രം. പേഴ്സണൽ പ്രയർ ഓക്കെ. ഇല്ലെങ്കിൽ ഭർത്താവ് സെപ്പറേറ്റ് എന്ന് പ്രാർത്ഥിക്കുന്നു, അത് വ്യക്തിപരമായ പ്രാർത്ഥനയാണ്. ചില വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ അത് സ്തോത്രം രണ്ടുപേർ ഒരുമിച്ചിരുന്ന് ഏത് വിഷയമാണോ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ആ വിഷയത്തിനകത്ത് മറുപടി വെളിപ്പെടുക തന്നെ ചെയ്യും. അതിനിവിടെ പറയുന്ന വാചകം നിങ്ങൾ ശ്രദ്ധിക്കുക. ഏതു കാര്യത്തിലും. എന്നാൽ അതിൻ്റെ അർത്ഥം എന്നതാണ്? ആകാശത്തിന് കീഴെ ഏത് കാര്യം നീ യാചിച്ചാലും അതിനകത്ത് വ്യക്തമായ മറുപടി ഉണ്ട് എന്ന് ബൈബിൾ വ്യക്തമായി പഠിപ്പിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ ആത്മാവിൽ കൈമാറുകയാണ്. എങ്ങനെയും പ്രാർത്ഥിച്ചത് കൊണ്ട് കാര്യമില്ല. സ്തോത്രം. രണ്ടുപേർ കൈകോർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. പകരം പ്രാർത്ഥിക്കുമ്പോൾ ദൈവശക്തി വെളിപ്പെടണമെങ്കിൽ ഏത് വിഷയമാണോ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്, ഏത് വിഷയമാണോ നിങ്ങൾ ദൈവസന്നിധി വയ്ക്കുന്നത് ആ വിഷയത്തിൽ രണ്ടുപേർ മനസ്സിൻ്റെ ഐക്യതയോടെ, ഹൃദയത്തിൻ്റെ ഐക്യതയോടെ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് നിശ്ചയമായും മറുപടി ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. ആ പ്രാർത്ഥനയ്ക്കാണ് മറുപടി ഉള്ളത്. ഏത് കാര്യം പ്രാർത്ഥിച്ചോ നിങ്ങൾക്ക് ഒരുപക്ഷെ അസാധ്യമായ വിഷയമായിരിക്കാം, എന്ത് ചെയ്യുമെന്ന് ചിന്തിച്ച് മാനപ്പെടുന്ന വിഷയമായിരിക്കാം. പക്ഷേ ഇന്ന് പകൽക്കാലം കുടുംബങ്ങളോട് ഞാൻ ആത്മാവിൽ കൈമാറുകയാണ്. ഭാര്യയും ഭർത്താവും ഒരുമിച്ച് കൈകോർത്ത് പിടിച്ച് പുറമെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഹൃദയത്തിനകത്ത് അത് സ്തോത്രം മനസ്സിൻ്റെ ഐക്യതയോടെ, ഹൃദയത്തിൻ്റെ ഐക്യതയോടുകൂടെ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ മുമ്പിൽ അസാധ്യമായിട്ട് ഒന്നും ഉണ്ടാകത്തില്ല. ഇനി എങ്കിൽ സഭയായിട്ടോ സഭയ്ക്കകത്തോ ഇല്ലെങ്കിൽ ഏതെങ്കിലും വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ രണ്ടുപേർ ഒരുമിച്ചിരുന്ന് ഐക്യതയോടെ ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനകൾക്കകത്ത് മറുപടി ഉണ്ട് എന്നുള്ള കാര്യം മറക്കരുത്. കൊണ്ട് ഐക്യതയോടെ പ്രാർത്ഥിച്ച് ചില വിടുതലുകൾ നമുക്ക് പ്രാപിച്ചെടുക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. പരിശുദ്ധനായ ദൈവമേ, സന്ദേശത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് വരെ അവരുടെ മുമ്പിൽ അസാധ്യമെന്ന് ചിന്തിച്ച വിഷയങ്ങളുടെ നടുവിൽ ശ്രദ്ധയോടും ഐക്യതയോടും കൂടെ, ഹൃദയത്തിൻ്റെ ഐക്യതയോടും കൂടെ പ്രാർത്ഥിപ്പാൻ അവിടെ നിന്ന് പ്രിയപ്പെട്ടവരെ സഹായിച്ചാണ്. സ്വർഗം അങ്ങനെ ചെയ്യണമേ. മഹത്വം അങ്ങേക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലെസ് യു.